അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരന്മാർ പല ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ പലരും പല പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമായി ത്വലാഖിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു നൽകുമാറാവട്ടെ. സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തി നല്ല നിലക്ക് പിണക്കങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടുള്ള ജീവിതം അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ ഹോസ്പിറ്റലും വീടുകളുമായി കഴിയുന്നവരുണ്ട്. അവിടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ, സഹോദരിമാർ അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായം എത്തിയ യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, അവിടെയൊക്കെ കച്ചവടത്തിലും ജോലിയിലും പ്രവൃത്തിയിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പലരും അതുപോലെ വാഹനമോടിക്കുന്ന സഹോദരന്മാർ, അവിടെ വാഹനത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ വീടുകളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 15-ാമത്തെ സൂറത്താണ്, സൂറത്തുൽ ഹിജ്ർ. ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഫളായിലുകളുണ്ട്. മക്കയിൽ അവതരിപ്പിച്ചതാണ് ഈ സൂറത്ത്. ഈ സൂറത്തിന് ഹിജ്ർ എന്ന പേര് വരാനുള്ള കാരണം, പുരാതന കാലത്ത് ദമൂദ് ഗോത്രം വസിച്ചിരുന്ന അൽ ഹിജ്ർ എന്ന സ്ഥലത്തെക്കുറിച്ച് 80-ാം ആയത്തിൽ വചനത്തിൽ പരാമർശിക്കുന്നതായി. അതുപോലെ ഇതിൽ പറയുന്ന പ്രധാന വിഷയം ഖുർആനിൻ്റെ സംരക്ഷണം. അല്ലാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചുവെന്നും ലോകാവസാനം വരെ അത് മാറ്റം കൂടാതെ സംരക്ഷിക്കുമെന്നുമുള്ള പ്രഖ്യാപനം ഈ സൂറത്തിലാണ്. സൂക്തം 9-ാമത്തെ ആയത്തിലാണ് ഉള്ളത്. അതുപോലെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം, ഇബ്രാഹിം നബി, ലൂത്ത് നബി, ശുഐബ് നബി, സ്വാലിഹ് നബി എന്നിവരുടെ ചരിത്രവും ഈ അദ്ധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പ്രപഞ്ച
ദൃഷ്ടാന്തങ്ങൾ ആകാശം, ഭൂമി, കാറ്റ്, മഴ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം അതൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ചികിത്സാ സംബന്ധമായ ഒരു കാര്യമാണ്. കച്ചവടത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ബർക്കത്തുണ്ടാവാൻ ഈ സൂറത്തിനെ അധികമായി ഓതിയാൽ കച്ചവടത്തിൽ ബർക്കത്തും പണത്തിൽ വർധനവും ഉണ്ടാകുമെന്ന് ഇതിനെ എഴുതി കൈവശം വെച്ചിരുന്നാൽ കൊടുക്കൽ വാങ്ങലുകളിൽ സൂക്ഷ്മത ഉണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തിനെയും ഭാര്യയെയും മക്കളെയും കാക്കപ്പെടാൻ, അതായത് കാവൽ നൽകാൻ, അവർക്കൊക്കെ കാവൽ നൽകാൻ ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ 9 ആയത്തുകൾ, 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ അധികം ഓതിയാൽ അവൻ്റെ സമ്പത്തിനെയും ഭാര്യയെയും മക്കളെയും അള്ളാഹു കാത്തുകൊള്ളുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ മതിപ്പ് ഉയരാൻ 16, 17 ആയത്തുകൾ എഴുതി കയ്യിൽ വച്ചിരുന്നാൽ മതിപ്പ് ഉയരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഐശ്വര്യത്തിന് 19, 20 എന്നീ വചനങ്ങളെ മരപ്പലകയിൽ എഴുതി വീട്ടിലോ കടയിലോ വെച്ചിരുന്നാൽ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 1. കച്ചവടത്തിൽ ഐശ്വര്യത്തിന് ഭാര്യയെയും സമ്പത്തിനെയും ഭാര്യയെയും മക്കളെയും കാവൽ നൽകപ്പെടുമെന്ന് 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ ഓതിയാൽ അധികമായി ഓതുക. അതുപോലെ മതിപ്പ് ഉയരാൻ 16, 17 ആയത്തുകൾ എഴുതി കയ്യിൽ വെച്ചിരുന്നാൽ മതിപ്പുയരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐശ്വര്യത്തിന് 19, 20 ആയത്തുകൾ മരപ്പലകയിൽ എഴുതി വീട്ടിലോ കടയിലോ വെച്ചിരുന്നാൽ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ അറിവായിരിക്കാം എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇത് ഒരു വരുമാന മാർഗത്തിന് വേണ്ടി അല്ല. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഞാൻ കണ്ട ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തും പരലോകത്തും ഒരു ഉപകാരപ്രദമായ ഉപകാരം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു തന്ന ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ അത് ഉപകരിക്കുകയാണെങ്കിൽ നമുക്കതിലൊരു ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യും. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.